ഈ മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സംഭവത്തിൽ മന്ത്രിമാർക്കെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ രംഗത്ത് വരുന്നു. ആളില്ലാത്ത കെട്ടിടം എന്ന് മന്ത്രിമാർ പറഞ്ഞതാണ് രക്ഷാപ്രവർത്തനം വൈകാൻ കാരണം എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി അത്തരത്തിൽ പറഞ്ഞതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നുണ്ട്. മന്ത്രി മരണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും വി.ഡി. സതീശൻ പറയുന്നു. സ്ത്രീ മരിക്കാനിടയായ സംഭവം വളരെ ദൗർഭാഗ്യകരമാണ്. ഏറ്റവും സങ്കടകരമായ കാര്യം ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടന്നില്ല എന്നാണ്. കാരണം മന്ത്രിമാർ, ആരോഗ്യവകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞു കിടക്കുന്ന കെട്ടിടമാണ്, അതിൻ്റെ അകത്ത് ഒരാൾ പോലും ഇല്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയാണ്. അവരത് പറഞ്ഞതിൻ്റെ പേരിലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി വന്ന് അവിടെ ഉപയോഗിക്കാത്ത കെട്ടിടമാണ്, അതിൻ്റെ അകത്ത് ആരുമില്ല എന്ന് പറഞ്ഞത്? എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അവരുടെ ആ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് ഇന്നവിടെ രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത്. ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടത്. ഈ മരണത്തിന് ഉത്തരവാദിത്വം അവരാണ്. രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതിൻ്റെ ഉത്തരവാദിത്വം അവർക്കാണ്. സത്യത്തിൽ അവർ രാജിവെച്ച് ഇറങ്ങിപ്പോകുന്നതാണ് ഭംഗി. ഷിനോജ് വിവരങ്ങളുമായി തുടരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ മരിച്ചത് ബിന്ദു എന്ന സ്ത്രീയാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയായി അവരുടെ മാതാവ്, ദേശാധന വാക്കുകൾ പറഞ്ഞ ഒരു കുടുംബത്തിലെ അമ്മ തന്നെ നഷ്ടമായ ഒരു സ്ഥിതിയാണ്. ബിന്ദു എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയത്? ചികിത്സയ്ക്ക് വേണ്ടി എത്തിയതാണോ? അത്തരം വിവരങ്ങൾ എന്താണ്? അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവരങ്ങളുണ്ട്. ആ കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത, സഹിക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബിന്ദുവിന്റെ മകനെ ആശ്വസിപ്പിക്കുന്ന ബിന്ദുവിന്റെ ഭർത്താവിനെ ഇപ്പോൾ പ്രേക്ഷകർക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. മകളുടെ ചികിത്സയ്ക്കായി, മകൾക്ക് ന്യൂറോ സർജറിയുമായി ബന്ധപ്പെട്ട ചികിത്സയ്ക്ക് വേണ്ടിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ബിന്ദുവും കുടുംബവും എത്തിയത്. കഴിഞ്ഞ ദിവസമാണ് എത്തിയത്. അങ്ങനെ മകളുടെ ചികിത്സയ്ക്കായി വേണ്ടി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ വിശ്വസിച്ചെത്തിയ ഒരു ആൾക്കാണ് ജീവൻ നഷ്ടമായത്. ആ കുടുംബത്തിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ് ഷിനോജ്? രതീഷ്, ഇവർ തലയോലപ്പറമ്പ് സ്വദേശികളാണ്. കഴിഞ്ഞ 2 ദിവസം മുൻപാണ് ഈ ബിന്ദുവിന്റെ മകൾ നവമിക്ക് 20 വയസ്സാണ് പ്രായം. നവമിയുടെ ഒരു കഴുത്തിലുള്ള ഒരു ന്യൂറോ സർജറിക്ക് വേണ്ടിയാണ് അവർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്നത്. ഇന്ന് രാവിലെ 10 മണിക്ക് ഈ ബ്ലഡ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് ബിന്ദുവിൻ്റെ ഭർത്താവ് ആദ്യം 10 മണി അടുക്കുന്ന സമയത്ത് ടെസ്റ്റ് ബ്ലഡ് കൊടുക്കുന്നതിന് വേണ്ടി പോകുന്നു. ആ സമയത്ത് തന്നെ ഈ ബിന്ദു ബാത്റൂമിലേക്ക് പോകുന്നു. ഇതാണ് ഇവരിൽ നിന്ന് കിട്ടുന്ന വിവരമെന്ന് പറയുന്നത്. അതിനുശേഷം ആണ് ഈ അപകടം നടക്കുന്നത്. ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അപകടം ഉണ്ടാകുന്നു. തുടർന്ന് അതിനുശേഷം ഈ ഭർത്താവും അതുപോലെ തന്നെ മകളും പലതവണ അമ്മയെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്തൊന്നും തന്നെ ഫോൺ എടുക്കുന്നില്ല, ഫോൺ കിട്ടുന്നില്ല. അങ്ങനെ പല സമയത്ത് ഈ നമ്മളവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ പലതരത്തിൽ പല ആളുകളൊക്കെ തന്നെ ഇങ്ങനെ പറയുന്നുണ്ട്. തലയോലപ്പറമ്പ് സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഇങ്ങനെ കാണാനില്ല എന്ന തരത്തിൽ പരാതികളൊക്കെ തന്നെ കിട്ടുന്നുണ്ട്, ഇങ്ങനെ കേൾക്കുന്നുണ്ട് എന്നൊക്കെ സംബന്ധിച്ച്. പക്ഷെ അപ്പോഴും ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണം നൽകാൻ പോലീസോ ബന്ധപ്പെട്ട അധികാരികളോ ഒന്നും തന്നെ തയ്യാറായിരുന്നില്ല. അങ്ങനെ 12:30 കഴിയുന്ന സമയത്താണ് ഒരു തിരച്ചിൽ സ്വാഭാവികമായി നടക്കേണ്ടേ ഷിനോജ്? അവിടെ ഷിനോജ് ഉൾപ്പെടെ മാധ്യമങ്ങൾ എല്ലാവരും ഉണ്ട്. 2 മന്ത്രിമാർ വന്നു. അവിടെ കണ്ട കാഴ്ച എന്താണ്? യഥാർത്ഥത്തിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിലേക്ക് ഇപ്പോൾ വലിയ കോൺക്രീറ്റിന്റെ തൂണും ബീമും ഒക്കെയാണ്. ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥർക്ക് കൈകൊണ്ട് അതൊക്കെ എടുത്തു മാറ്റി തിരച്ചിൽ നടത്താൻ കഴിയുന്ന പ്രായോഗികമായ തടസ്സം നമുക്ക് സാധാരണ നിലയിൽ മനസ്സിലാവുന്നുണ്ട്. വലിയൊരു കൂറ്റൻ കെട്ടിടം തകർന്നിങ്ങനെ വീഴുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ എന്താണ് കണ്ടത്? എന്താണ് നടന്നത്? ആകെ ഒരു നിസ്സംഗതയായിരുന്നു. ഒരു കെട്ടിടം വീണു, അത്രയേ ഉള്ളൂ. അങ്ങനെയാണോ? ഏകദേശം 10:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിയുന്ന സമയത്താണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അവിടേക്ക് എത്തുന്നത്. ഒരു 11 മണി കഴിയുന്ന സമയത്ത് മന്ത്രി വി.എൻ. വാസവൻ എത്തുന്നു. ഉടൻ തന്നെ ആരോഗ്യമന്ത്രി വീണ ജോർജ് എത്തുന്നു. മെഡിക്കൽ കോളേജിൻ്റെ സൂപ്രണ്ടായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവിടേക്ക് എത്തുന്നു. സംവിധാനങ്ങളൊക്കെ തന്നെ അവിടേക്ക് എത്തുന്നു. എത്തുന്ന സമയത്തുള്ള ആദ്യത്തെ അവരുടെ മറുപടി എന്ന് പറയുന്നത് ഈ 3 പേർക്ക് ചെറിയ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഒരാൾ എന്ന് പറയുന്നത് ഒരു കുട്ടിയാണ്, 11 വയസ്സുള്ള അലീന എന്ന് പറയുന്ന കുട്ടിയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെയാണ് എന്ന തരത്തിലൊരു മറുപടിയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടാകുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു തെരച്ചിലിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു പ്രൊസീജിയർ, ഇവിടെ ഇങ്ങനെ ഒരു അപകടം നടന്നു, അതുകൊണ്ട് തന്നെ ഒരു 3 JCB കൊണ്ടുവന്ന് നടത്തുന്ന ഒരു സാധാരണ പ്രൊസീജിയർ എന്ന നിലയ്ക്ക് മാത്രമാണ് നമ്മുടെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്ന് ഈ തെരച്ചിൽ നടത്തിയതെന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ തന്നെ ഒരു പ്രതികരണം ആ സമയത്ത് തന്നെ ഇല്ല, ഞങ്ങൾ തെരച്ചിൽ നടത്താൻ പോവുകയാണ്, ഒരു കൃത്യമായ രീതിയിൽ തെരച്ചിൽ നിങ്ങൾ ഇവിടെ നടത്തുകയാണ്. യഥാർത്ഥത്തിൽ ഒരു ആദ്യഘട്ടത്തിൽ തന്നെ ഒരു തെരച്ചിലേക്ക് പോയിരുന്നെങ്കിൽ 10:30ക്കാണ് അപകടം നടക്കുന്നത്. ഈ JCB അവിടേക്ക് എത്തുന്നത് 12:30 കഴിയുന്ന സമയത്താണ്. 1 മണിക്കാണ് ചേതനേറ്റ ബിന്ദുവിൻ്റെ ശരീരം നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ആ സമയമല്ല, ഒരു 2.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ട്, അപകടം നടന്ന് 2.5 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടാണ് ബിന്ദുവിന്റെ ചേതനേറ്റ ശരീരം പുറത്തേക്ക് എടുക്കുന്നത്. സംവിധാനങ്ങൾ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നുണ്ട്. ഒരു പക്ഷേ 2 മണിക്കൂറിലധികം ബിന്ദു ആ മൺകൂനയ്ക്കടിയിൽ ഉണ്ടായിരുന്നു. അവിടെ തെരച്ചിൽ നടത്തിയെങ്കിൽ ഒരു പക്ഷേ രക്ഷിക്കാമായിരുന്ന ജീവനായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്ന കാര്യം.